ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാൻഡ്സ് 3.0 എന്ന വെബ്സൈറ്റ് സ്കൂളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അധ്യാപകർ എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുക, സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പേജിലേക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഈ ലോഗിൻ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മളത് ലോഗിനിലേക്ക് ചെയ്യുന്നത്. ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ലോഗിൻ ചെയ്യാം. ആദ്യമായി ലോഗിൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ അക്കാഡമിക് ഇയറിൽ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്കാണ് ആദ്യം വരിക. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ ഇതിലെ എച്ചുമിൻ്റെ പേര്, അതുപോലെ സ്കോളർഷിപ്പിൻ്റെ ചാർജുള്ള അധ്യാപകൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സെൻഡ് OTP എന്നാൽ ക്ലിക്ക് ചെയ്യുക. OTP വരുന്നത് പ്രഥമാധ്യാപകൻ്റെ ഫോൺ നമ്പറിലേക്കായിരിക്കും. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഫോൺ നമ്പറിലേക്കാണ് OTP വരിക. OTP ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേഷന് ശേഷം എത്തുന്നത് പ്രധാന പേജാണ്. ഈ പ്രധാന പേജിൽ ഇവിടെ അറിയിപ്പുകളുണ്ട്, ആനുകൂല്യ പദ്ധതികളെക്കുറിച്ചുള്ള അറിയിപ്പുകളുണ്ട്. അതുപോലെ OEC പ്രീമിയർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട സർക്കുലറും അപേക്ഷാ ഫോമും ഇതിനുള്ളിൽ ലഭ്യമാണ്. ഈ ഒരു PDF PDF ലഭ്യമാണ്. അതുപോലെ സ്കോളർഷിപ്പ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. അതുപോലെ PM യശ്വാസി സ്കോളർഷിപ്പ് ഇതിൻ്റെ വിവരങ്ങളും ഈ ഒരു PDF ലഭ്യമാണ്. ഇതിൻ്റെ ഇടത് ഭാഗത്താണ് പ്രധാനപ്പെട്ട നാവിഗേഷൻ ടാബുകൾ ഉള്ളത്. ഇതിൽ ആദ്യത്തെ ടാബ് SSC വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ളതാണ്. രണ്ടാമത്തുള്ളത് OBC OEC തുടങ്ങിയ വിഭാഗം കുട്ടികൾക്കുള്ളതാണ്. അടുത്തതാണ് ST വിഭാഗം കുട്ടികൾക്കുള്ള ഭാഗമാണിത്. തുടർന്ന് SSC കുട്ടികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പാണ് കമ്പോണൻറ്റ് 1, കമ്പോണൻറ്റ് 2. സാധാരണഗതിയിലുള്ള കുട്ടികൾക്കെല്ലാം തന്നെ കമ്പോണൻറ്റ് 1 ആണത്. 9-10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഈ പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഉള്ളത്. കമ്പോണൻറ്റ് 2 എന്നുള്ളത് ഹാസാർഡസ് ആയിട്ടുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കമ്പോണൻറ്റ് 2. അതുപോലെ PFMS റിജക്ഷൻ, ഏതെങ്കിലും കുട്ടികൾക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മൂലം PFMS റിജക്ഷൻ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽ കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്കത് ചേർക്കാനായിട്ട് കഴിയും. മറ്റൊന്നാണ് ട്രാക്ക് ഡീറ്റെയിൽസ്. കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് ട്രാക്ക് ഡീറ്റെയിൽസ് ഉപയോഗിക്കാം. ട്രാൻസാക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡിസ്പേഴ്സ്മെൻറ്റ് ലിസ്റ്റ്, ഫെയിൽഡ് ട്രാൻസാക്ഷൻ തുടങ്ങിയ വിവരങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്നും ലഭ്യമാണ്. മറ്റൊന്നാണ് മാസ്റ്റർ ഡേറ്റ. മാസ്റ്റർ ഡേറ്റയിലൂടെ കുട്ടികളുടെ ഏതെങ്കിലും കാസ്റ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാസ്റ്റ് ലിസ്റ്റ് പരിശോധിക്കാം. ഇനി അപ്ഡേഷൻസിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്കോളർഷിപ്പിന് ചാർജുള്ള അധ്യാപകൻ മാറുകയോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതും അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഒന്ന് പരിചയപ്പെട്ടാലെത്തുന്നത്. ഇനി നമുക്ക് SSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്, അതുപോലെ OBC OEC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലെ എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് SSC വിഭാഗത്തിലെ എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ BC വിഭാഗത്തിലെ OBC OEC വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ ST വിഭാഗത്തിലെ. അപ്പോൾ നമുക്ക് ആദ്യം SC വിഭാഗത്തിലെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടി SSC എന്നുള്ള ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിന് താഴെ നിരവധി ടാബുകൾ കാണാം. ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ആദ്യം വരിക. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് TC വാങ്ങിപ്പോയിട്ടുള്ള കുട്ടികൾ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. ആ കുട്ടികൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുപോലെ മറ്റ് സ്കൂളിൽ നിന്നും TC നേടി വന്ന കുട്ടികളുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ എന്ന ഓപ്ഷൻ മുഖേനയാണ് അവർ അഡ്മിറ്റ് ചെയ്യേണ്ടത്. TC വാങ്ങിപ്പോയിട്ടുള്ള വിദ്യാർത്ഥികളെ അവർ പുതുതായി ചേർന്ന ഈ ഗ്രാൻഡ്സ് മുഖേന അവർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് തന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. TC വാങ്ങിപ്പോയ കുട്ടികളെ സംബന്ധിച്ച് യാതൊന്നും തന്നെ നമുക്കിതിൽ ചെയ്യേണ്ടതില്ല. ഇതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, ഇതിന് നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്യരുതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുള്ള ഒരു നിർദ്ദേശമാണ് ആദ്യം തന്നെ കാണുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. തുടർന്ന് ഇവിടെ നിന്നും കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇപ്പോൾ SSC ആയതുകൊണ്ട് SSC തന്നെയാണ് ഇവിടെ വരുന്നത്. തുടർന്ന് ക്ലാസ് സെലക്ട് ചെയ്യാം. ക്ലാസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ 7ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പേര് വിവരങ്ങളാണ് താഴേക്ക് വരുന്നത്. ഇതിലേതെങ്കിലും കുട്ടി TC വാങ്ങി പോയതുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഈ ടിക്ക് മാർക്ക് അവിടെ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം ടിക്ക് മാർക്ക് ഏതെങ്കിലും കുട്ടി TC വാങ്ങിച്ച് പോയതുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ടിക്ക് മാർക്ക് കളയുക. ഈ കുട്ടികളെല്ലാം തന്നെ ഈ വർഷം ഈ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ 7ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികളാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ ഒന്നും ടിക്ക് മാർക്ക് കളയുന്നില്ല. അതിനുശേഷം പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രൊമോഷൻ നടപടികൾ അവസാനിക്കുന്നു. അങ്ങനെ മുഴുവൻ കുട്ടികളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട് ചെയ്തതിന് ശേഷം
ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുട്ടികളെ കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ആ SSCയിൽ തന്നെ ആ ലിസ്റ്റിൽ ഈ പ്രൊമോഷൻ ചെയ്യാത്ത കുട്ടികളെയാണ്, ഈ പുതുതായിട്ട് ഈ വർഷം വന്ന കുട്ടികളെ ചേർക്കുന്ന വിധമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് നൽകുക. അങ്ങനെ ആധാർ നമ്പർ നൽകി ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയുടെ പേര് വിവരങ്ങൾ താഴേക്ക് ലഭ്യമാകുന്നതാണ്. ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ ആഡ് ചെയ്യാം. കുട്ടിയെ ചേർക്കുന്നതിനുള്ള മൂന്നാമത്തെ മാർഗ്ഗമാണ്, നമ്മൾ ആദ്യം പ്രൊമോട്ട് ചെയ്തു, രണ്ടാമത് സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ കൊടുത്തു. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഇതിലെ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ്. ഇത് മൂന്നാമതായിട്ട് ചെയ്യണം. ആദ്യം പ്രൊമോഷൻ ചെയ്യുക, അതിനുശേഷം സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ വെച്ച് കുട്ടികളെ ചേർക്കുക. ഈ രണ്ട് തരത്തിലും കുട്ടികൾ വരാത്തതുണ്ടെങ്കിൽ മാത്രമാണ് ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ആഡ് ന്യൂ സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ കുട്ടിയുടെ പേര് ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ പേര് കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പറും താഴേക്ക് നൽകിയാൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരികയാണ്. അതിനുശേഷം അത് ആഡ് ചെയ്യുന്നതോടുകൂടി ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഗ്രാൻസ് വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ 3 മാർഗ്ഗങ്ങളിലൂടെയാണ് കുട്ടികളെ നമ്മുടെ ഈ ഗ്രാൻസ് വെബ്സൈറ്റിലേക്ക് എത്തിക്കേണ്ടത്. ഇതേ മാർഗ്ഗങ്ങൾ തന്നെയാണ് OBCയുടെ വിഭാഗത്തിലും OEC വിഭാഗത്തിലും അതുപോലെ ST വിഭാഗത്തിലും. ഈ 3 വിഭാഗങ്ങളിലും ഈ 3 കാര്യങ്ങളാണ് ചെയ്ത് കുട്ടികളെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇനി SSC വിഭാഗം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ നടത്തേണ്ടതുണ്ട്. അവരുടെ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ നടത്തിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി SSC എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ, അതുപോലെ തന്നെ കുട്ടിയുടെ ഏതെങ്കിലും ഡീറ്റെയിൽസിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വഴിയിട്ടാണ് അത് തിരുത്തൽ വരുത്തേണ്ടത്. ഇനി രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളെ നമുക്ക് ഈ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് SSC എന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SSC വിഭാഗത്തിൽ ഈ നമ്മുടെ സ്കൂൾ ലോഗിലേക്ക് വന്നിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികളെ വിവരങ്ങൾ കാണാൻ കഴിയും. ഏതെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കാറ്റഗറി ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കുട്ടികളുടെ ലിസ്റ്റ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നു. ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുട്ടിയുടെ പേര് അതുപോലെ മറ്റു കാര്യങ്ങൾ തന്നെ ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്മിഷൻ നമ്പർ ഇതൊന്നും തിരുത്താനായിട്ട് കഴിയില്ല. തിരുത്താൻ കഴിയുന്നത് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അഡ്രസ്സ്, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. പേര്, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്മിഷൻ നമ്പർ ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. അതത്തരം ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നതിന് അതായത് ഓഫീസുകളുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അടുത്തതായി SSC വിഭാഗം കുട്ടികളുടെ സ്കോളർഷിപ്പിന് വേണ്ടി ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ നടത്തേണ്ടതുണ്ട്. അതിന് SSC എന്ന അതിന് താഴെ കാണുന്ന ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ പ്രൊമോഷൻ നടത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്രമത്തിൽ തന്നെ പോവുക. തുടർന്ന് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കുട്ടികളുടെ പേര് അതോടൊപ്പം തന്നെ വലതുഭാഗത്ത് അപ്രൂവ്ഡ് എന്ന് കാണാം. ഈ കുട്ടികളിലെല്ലാം തന്നെ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ അപ്ഡേറ്റഡ് ആയതുകൊണ്ടിട്ടാണ്, അത് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഇല്ല എങ്കിൽ അവിടെ കുട്ടിയുടെ ആധാർ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയും ജാതി സർട്ടിഫിക്കറ്റിൻ്റെയും ആ നമ്പറുകൾ കൊടുക്കണം. അത് അക്ഷയയിൽ നിന്നും തന്നെ ലഭിച്ചിട്ടുള്ള ആ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് എൻ്റർ ചെയ്യേണ്ടത്. അവിടെ കൊടുത്തിരിക്കുന്ന ആ കോഡുകൾ, അവിടെ സെക്യൂരിറ്റി കോഡും അതുപോലെ നമ്പറുകളുണ്ട്. അത് കൃത്യമായിട്ട് അത് എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കഞ്ഞിക്കുഴി അതിൻ്റെ ബ്ലോക്ക് ഓഫീസിലേക്ക് അത് പോകും. ആ ബ്ലോക്ക് ഓഫീസിൽ പോയതിന് ശേഷം അവിടെ നിന്ന് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ വാലിഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ആ വിവരങ്ങൾ എൻ്റർ ചെയ്ത് വാലിഡേഷന് വേണ്ടി അയക്കുക. അതിനുശേഷമാണ് അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. നമ്മൾ അപ്ലൈ സ്കോളർഷിപ്പിലേക്ക് വരികയാണ്. SSC വിഭാഗം സ്കോളർഷിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ SSC എന്നതിന് താഴെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓരോ സ്കീമുകളുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സ്കീമുകളും തന്നെ അപ്ലൈ ചെയ്യുക. 1 മുതൽ 10 വരെ കുട്ടികൾക്ക് ലംസം ഗ്രാൻഡ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ സ്റ്റൈപ്പൻഡ് ഫോർ വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. ഈ 3 എണ്ണവും കൃത്യമായി തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം ലംസം ഗ്രാൻഡ് അപ്ലൈ ചെയ്യാം. നമ്മൾ 6ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്.
ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി SSC സ്കോളർഷിപ്പിൻ്റെ ലംസിംഗ് ഗ്രാൻറ്റിൻ്റെ നടപടികൾ അവസാനിക്കുന്നു. അതുപോലെ അടുത്ത പ്രൈമറി എഡ്യൂക്കേഷൻ എയ്ഡ് അതും ഇത്തരത്തിലെടുക്കുക. ഈ കുട്ടികൾക്കുള്ള ആ ഒരു ടിക്ക് മാർക്ക് നൽകിയതിന് ശേഷം അതിൽ പറയുന്നുണ്ട് കാസ്റ്റ്, ഇൻകം, ക്ലാസ്, അക്കൗണ്ട് നമ്പർ, IFS ഇതെല്ലാം തന്നെ വെരിഫൈ ചെയ്തു എന്ന് ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് അത് ടിക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടുകൂടി SC വിഭാഗത്തിൻ്റെ നടപടികൾ അവസാനിക്കുകയാണ്. അടുത്തതായി നമ്മൾ OBC, OEC വിഭാഗം കുട്ടികളുടെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കിവിടെ BC എന്ന വിഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. കുട്ടിയെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ പുതുതായിട്ട് വന്ന കുട്ടികളുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ വഴി കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം. അതിലൂടെയും കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് വഴി ആധാർ നമ്പർ നൽകി കുട്ടിയുടെ ഡീറ്റെയിൽസ് തന്നെ എൻട്രി ചെയ്യണം. അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് SSC വിഭാഗത്തിൽ വ്യത്യസ്തമായി ഇവിടെ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് മാർക്ക് ഇൻകം എന്നൊരു ഭാഗമുണ്ട്. ഇപ്പോൾ കുട്ടികളെല്ലാം ഈ പോർട്ടലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കുട്ടികൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വഴി അത് എഡിറ്റ് ചെയ്യാം. അതുപോലെ മുഴുവൻ കുട്ടികളെ നമുക്ക് രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് എന്ന വിഭാഗത്തിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സുകളാണ് ആദ്യം പ്രൊമോഷൻ ചെയ്യുക, കുട്ടികളെ ചേർക്കുക, എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം SSC വിഭാഗത്തിൽ വ്യത്യസ്തമായി അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് മാർക്ക് ഇൻകം എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇവിടെ OEC, OBC, OBC-H, EBC തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഈ കുട്ടികളുടെ ഓരോ വിഭാഗത്തിനും ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ക്ലാസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് ഇത്തരത്തിലൊരു ലിസ്റ്റാണ് വരിക. ഇവിടെ കുട്ടികളുടെ പേര് കാണാം. ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് കുട്ടിയുടെ മാർക്ക്, കൃത്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റ് പരിശോധിച്ച് മാർക്ക് എൻ്റർ ചെയ്യുക. അതുപോലെ അറ്റൻഡൻസ് എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് മാർക്ക് ആൻഡ് അറ്റൻഡൻസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോട് താഴെ ഒരു ഭാഗത്തേക്ക് ഇത് വരികയാണ്. താഴെ കാണുന്ന ഭാഗത്ത് കുട്ടിയുടെ ഇൻകം സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആ ഇൻകം സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുട്ടിയെ അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ മാർക്കും അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്തതിന് ശേഷമാണ് അവസാന ഘട്ടത്തിൽ ഈ BC എന്നതിന് താഴെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ഒരു ഘട്ടം ചെയ്താൽ മാത്രമാണ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പിലേക്ക് കുട്ടികളുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരിക. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നതിന് ശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഈ OBC, OEC, OBC-H തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് ST വിഭാഗം കുട്ടികളുടെ വിവരങ്ങളാണ്. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ കൊടുക്കുക, എന്നിട്ടും കുട്ടികളെ വന്നില്ലെങ്കിൽ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് വഴി കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് മാർക്ക് അതുപോലെ പെർസെൻറ്റേജ് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടതില്ല. ഇവിടെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കുട്ടിയെ ആഡ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് അപ്ലൈ ഫോർ സ്കോളർഷിപ്പിലേക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ ഒന്നും തന്നെ ഇല്ല. SSC വിഭാഗത്തിലാണ് ഒരു ഈ ഡിസ്ട്രിക്റ്റ് വാലിഡേഷൻ ഉള്ളത്. STക്ക് ആ തരത്തിലുള്ള വാലിഡേഷനുകളൊന്നും തന്നെ ഇല്ല. കുട്ടിയെ ആഡ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സെൻട്രൽ പ്രീമെട്രിക്ക് കമ്പോണൻറ്റ് 1, കമ്പോണൻറ്റ് 2 നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ ഫ്രഷ്, റിന്യൂവൽ 2 കാറ്റഗറി ഉണ്ട്. അതിൻ്റെ ഒരു ഡേറ്റ എൻട്രി സമയം 2026 വർഷത്തേക്കുള്ളത് ആരംഭിച്ചിട്ടുള്ള 2025 വർഷത്തെ സമയം കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുക. അപ്പോൾ അതിൻ്റെ സമയം ലഭ്യമാകുന്ന മുറയ്ക്കാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഗ്രാൻറ്റ്സ് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് ഈ വർഷം വന്ന മാറ്റങ്ങളും. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.